സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, 2025 ഡിസംബർ മാസം 31 തീയതിയാണ്. ഒരു വർഷം നമ്മെ വിട്ട് കടന്നു പോവുകയാണ്. കൃത്യമായ ആത്മീക ഭാഷയിൽ പറഞ്ഞാൽ സംഭവബഹുലമാകുന്ന ഒരു വർഷം. ആസാദി ചാനലിലൂടെ അതിൻ്റെ പാഠഭേദത്തിലൂടെ അനേക ആനുകാലിക വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒത്തിരി വാർത്തകൾ ക്രിസ്തീയ വിശ്വാസവുമായിട്ടുള്ള ബന്ധത്തിൽ സഭകളെ ബാധിക്കുന്ന വിഷയങ്ങൾ, ഉപദേശ വിഷയങ്ങൾ, ഇതൊക്കെ വാർത്തകൾക്ക് അധിഷ്ഠിതമാകുന്ന ഒരു പ്രോഗ്രാമായിട്ട് പാഠഭേദത്തിലൂടെ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ വർഷത്തിൻ്റെ അവസാനത്തെ ദിവസം ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്. അതായത് ഇന്ത്യൻ ക്രിസ്ത്യാനിറ്റി, ഇന്ത്യയിലെ ക്രിസ്തീയ വിശ്വാസം നേരിട്ട പ്രതിസന്ധികൾ, അതിൻ്റെ നടുവിൽ ജ്വലിച്ചുയർന്നു വന്ന ചില നക്ഷത്ര ശോഭയുള്ള ദൈവമക്കൾ, അല്ലെങ്കിൽ ചില ക്രിസ്ത്യൻസ്. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ കഴിഞ്ഞ ഒരു വർഷം ഏറ്റവും കൂടുതൽ ന്യൂസ് മീഡിയയിലൂടെ നമ്മൾ ചർച്ച ചെയ്ത, പൊതുമാധ്യമങ്ങൾ ചർച്ച ചെയ്ത ചില ക്രിസ്തീയ വിശ്വാസികളുടെ വിവരങ്ങൾ, പേരുകളാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. അതായത് ആസാദിയുടെ ഇന്ത്യൻ ക്രിസ്ത്യൻ ന്യൂസ് മേക്കർ ഓഫ് ദ ഇയർ എന്ന ഒരു പ്രോഗ്രാം. ചില പേരുകൾ ഞങ്ങൾ മുൻപിലേക്ക് വെക്കുന്നു. കഴിഞ്ഞ വർഷം മുഴുവൻ നമ്മുടെ ചാനലിലും അതുപോലെ സെക്കുലർ മീഡിയയിലുമൊക്കെ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ക്രിസ്തീയ പേരുകൾ, ഇന്ത്യക്കാരായ ക്രിസ്തീയ വിശ്വാസികളുടെ പേരുകളാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ, അവരുടെ വിവരങ്ങളാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്നത്. ആസാദിയുടെ പ്രേക്ഷകർക്ക് ഒരഭിപ്രായം പറയാനുള്ള അവസരം നൽകുകയാണ്. ഇതിൽ ഏത് വ്യക്തിയാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് എന്ന് ഒരു കമൻ്റ് ഇടുക. ആസാദിയുടെ ഇന്ത്യൻ ന്യൂസ് മേക്കറെ നിങ്ങളിടുന്ന കമൻറ്റുകളുടെ അടിസ്ഥാനത്തിൽ അടുത്ത ജനുവരി മാസത്തിൻ്റെ ആദ്യ ആഴ്ച നമ്മൾ ചാനലിലൂടെ അത് പ്രഖ്യാപിക്കുന്നതാണ്, അനൗൺസ് ചെയ്യുന്നതാണ്. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയ ഇന്ത്യൻ ക്രിസ്ത്യൻ ന്യൂസ് മേക്കർ. ഇൻ്റർനാഷണലി ഒത്തിരി ആളുകൾ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പേരിൽ അറിയപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്ത വർഷമാണ്. പക്ഷേ നമ്മൾ ഭാരതത്തിലെ ക്രൈസ്തവരുടെ ഇടയിൽ നിന്ന് ലോകം ചർച്ച ചെയ്തവരുടെ പേരുകൾ മാത്രം പരാമർശിക്കുവാൻ ആഗ്രഹിക്കുന്നു. കാരണം പീഡിപ്പിക്കപ്പെടുന്ന, പീഡനമനുഭവിക്കുന്ന സഭയ്ക്ക് ഇടയിൽ നിന്ന് മുള്ളുകൾക്കിടയിൽ താമര പോലെ പരിശോഭിച്ച ചിലരെ പിന്നെയും ആസാദിയുടെ പ്രേക്ഷകരുടെ മുമ്പിൽ കൊണ്ടെത്തിക്കുകയാണ്. ഈ പേരുകളിൽ ആദ്യമായിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന പേര് പാസ്റ്റർ ജോസ് പാപ്പച്ചൻ്റെ പേരാണ്. എന്തുകൊണ്ട് പാസ്റ്റർ ജോസ് പാപ്പച്ചൻ എന്ന് ചോദിച്ചാൽ, കേരളത്തിൽ നിന്ന് നോർത്ത് ഇന്ത്യയിലേക്ക് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പ്രഘോഷകനായി കടന്നുപോയി. ഫത്തേപൂരിൽ വെച്ച് നടന്ന ചില അനിഷ്ട സംഭവങ്ങൾ, അതിനുശേഷം താൻ തൻ്റെ ഭാര്യയും അറസ്റ്റ് ചെയ്യപ്പെടുന്നു, ജയിലിൽ അടയ്ക്കപ്പെടുന്നു. ഈ വാർത്തകൾ നമ്മളൊക്കെ ചർച്ച ചെയ്ത വാർത്തയാണ്. എന്നാൽ ക്രിസ്തീയ വിശ്വാസികൾ അനേകർ പീഡിപ്പിക്കപ്പെട്ടുവെങ്കിലും ഇൻ്റർനാഷണലി ലോകത്തിലുള്ള മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത, ഈ കഴിഞ്ഞ വർഷത്തെ ഒരു വാർത്ത, പാസ്റ്റർ ജോസ് പാപ്പച്ചൻ്റെ അറസ്റ്റും തുടർന്ന് അദ്ദേഹത്തിനെതിരെ ഉണ്ടായ വിധി പ്രസ്താവനയും അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയതും ഒക്കെയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യൻ മാധ്യമങ്ങൾ, ഇന്ത്യൻ ക്രിസ്തീയ മാധ്യമങ്ങൾ ഇത്തരം വാർത്തകൾ ചർച്ച ചെയ്യുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ലോകം മുഴുവനുള്ള ക്രൈസ്തവ ആശയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങളെല്ലാം തന്നെ, മാത്രമല്ല ലോകത്തിൽ പല ഭാഗത്തുള്ള സെക്കുലർ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത, അതുപോലെ തന്നെ അവർ റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവമായിരുന്നു പാസ്റ്റർ ജോസ് പാപ്പച്ചൻ്റെ അറസ്റ്റ്. അതായത് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ട ശേഷം ഉത്തർപ്രദേശിൽ നിലവിലുള്ള മതപരിവർത്തന നിരോധനത്തെ സംബന്ധിക്കുന്ന നിയമത്തിൻ്റെ ആ ഒരു അധികാരം ഉപയോഗിച്ച് ആദ്യമായി ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തിയാണ് പാസ്റ്റർ ജോസ് പാപ്പച്ചനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും. ഇന്ത്യയിൽ ആദ്യമായിട്ട് അത്തരത്തിലുള്ളൊരു നിയമം, മതപരിവർത്തന നിരോധന നിയമത്തിൻ്റെ വ്യവസ്ഥകളനുസരിച്ച് ശിക്ഷ വിധിക്കപ്പെട്ട ഒരു വ്യക്തി. എന്നാൽ പിന്നീട് അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൗ ബെഞ്ച് അദ്ദേഹത്തിനും ഭാര്യയ്ക്കും ജാമ്യം കൊടുത്തു. അവരിപ്പോൾ ജാമ്യത്തിലാണ്. പക്ഷേ ഈ ഒരു ശിക്ഷാ നടപടി, അദ്ദേഹത്തിനെതിരെ വന്ന കോർട്ട് വിധി,
ഇന്ത്യയിൽ അത്തരത്തിൽ നടത്തിയ ആദ്യത്തെ ഒരു കോർട്ട് വിധിയാണ് എന്ന കാര്യം കൊണ്ട് തന്നെ ലോകശ്രദ്ധ മുഴുവൻ പിടിച്ചുപറ്റുവാൻ ഈ വിധി കാരണമായി തീർന്നു. രണ്ടാമത് പേര് പറയുവാൻ ആഗ്രഹിക്കുന്നത് ശാമുവേൽ കമലേശൻ എന്ന പട്ടാളക്കാരൻ്റെ പേരാണ്. ശാമുവേൽ കമലേശനെ നമ്മളൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയത് അദ്ദേഹത്തിനെതിരെ ഡൽഹി ഹൈക്കോടതിയുടെ വിധി, അതായത് അദ്ദേഹത്തെ പട്ടാളത്തിൽ നിന്ന് പുറത്താക്കിയ നടപടിയെ ശരിവെച്ചുകൊണ്ട് ഡൽഹി ഹൈക്കോടതി നടത്തിയ വിധി പ്രസ്താവനയോടുകൂടിയാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തെ ശ്രദ്ധിച്ചത്. ശാമുവേൽ കമലേശൻ്റെ കഥ നമുക്കറിയാം, പല വീഡിയോകൾ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിരുന്നു. അതായത് ഇന്ത്യൻ മിലിറ്ററിയിൽ 3rd കാവലറി റെജിമെൻറ്റിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായി ജോലി ചെയ്യുന്ന ശാമുവേൽ കമലേശൻ, അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന മിലിറ്ററി വിഭാഗത്തിലെ ആചാരങ്ങൾക്കനുസരിച്ച് ഈ മന്ദിർ ദിവസം അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ആ റെജിമെൻറ്റിൻ്റെ ആളുകൾ അവരെ നയിച്ചുകൊണ്ട് ഒരു അമ്പലത്തിലേക്ക് പോകണം, അല്ലെങ്കിൽ ഗുരുദ്വാരയിലേക്ക് പോകണം, അങ്ങനെയുള്ള നടപടികളുണ്ട്. ആ ഒരു പ്രത്യേക കാര്യത്തിൽ മിലിറ്ററി ഓഫീസർ എന്ന നിലയിൽ തൻ്റെ കീഴിലുള്ള പട്ടാളക്കാരെ മാർച്ച് പാസ്റ്റ് ചെയ്ത് മന്ദിരിലേക്ക് പോവുകയും ആ മന്ദിരിൻ്റെ ശ്രീകോവിലിൻ്റെ അകത്ത് പൂജ ചെയ്യുകയും ചെയ്യണമെന്ന റിക്വയർമെൻറ്റ് അദ്ദേഹം വർഷങ്ങളായി നിഷേധിച്ചു വരികയായിരുന്നു. അദ്ദേഹത്തിനെതിരെ കടുത്ത ശിക്ഷണ നടപടികളുണ്ടായി. ശാമുവേൽ കമലേശനെ ഇന്ത്യൻ മിലിറ്ററിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഇത് വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വാർത്തയാണ്. ഒരു ഭാഗത്ത് മിലിറ്ററി അച്ചടക്കത്തെക്കുറിച്ച് ആളുകൾ ചർച്ച ചെയ്തപ്പോൾ മറുഭാഗത്ത് മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് ആളുകൾ ചർച്ച ചെയ്യുവാൻ ഇടയായി തീർന്നു. ഒരു മിലിറ്ററിയിൽ ചേർന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വിശ്വാസങ്ങളെ സംരക്ഷിക്കുവാൻ സൂക്ഷിക്കുവാൻ അദ്ദേഹത്തിന് അവകാശമില്ലയോ എന്ന ചോദ്യങ്ങൾ ഉയർന്നു. ഈ ഒരു വാർത്തയും ഇൻ്റർനാഷണലി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വാർത്തയാണ്. എന്താണെങ്കിലും സുപ്രീം കോടതി ഈ ഹൈക്കോടതി വിധിയെ ശരിവെച്ചതോടുകൂടെ ശാമുവേൽ കമലേശൻ ഇന്ത്യൻ മിലിറ്ററിയിൽ നിന്ന് പൂർണ്ണമായി പുറത്താക്കപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുവാൻ കാരണമായി തീർന്നു. മൂന്നാമത് ഈ ഒരു വിഭാഗത്തിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജെമീമ റോഡ്രിഗസിനെയാണ്. ജെമീമ റോഡ്രിഗസിൻ്റെ കഥ വളരെ വ്യത്യസ്തമാണ്. ആദ്യ 2 കഥകൾ ക്രൈസ്തവമാകുന്ന വിശ്വാസത്തിൻ്റെ പേരിൽ ഏതെങ്കിലും വിധത്തിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന ഒരു വിധത്തിലുള്ള കഥകളാണെങ്കിൽ, ജെമീമ റോഡ്രിഗസ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഒരു വലിയ വിജയത്തിലേക്ക് നയിച്ചതിലൂടെ ലോകം മുഴുവൻ അറിയപ്പെട്ട, അങ്ങനെ മാത്രമല്ല അവരുടെ വിശ്വാസ പ്രഖ്യാപനങ്ങൾ, അതായത് ജയത്തിന് ശേഷം ഈ ജമീമ ഓസ്ട്രേലിയൻ ടീമിനെ തോൽപ്പിച്ച ആ ഒരു ജയത്തിന് ശേഷം ജമീമ പരസ്യമായിട്ട് തൻ്റെ വിശ്വാസത്തെ തുറന്നു പറഞ്ഞത്, പിന്നീടുള്ള TV ഇൻ്റർവ്യൂകളിലൊക്കെ തുടർമാനമായി ജമീമ തൻ്റെ വിശ്വാസത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയതൊക്കെ നാഷണൽ മീഡിയ മാത്രമല്ല ഇൻ്റർനാഷണൽ മീഡിയ മുഴുവൻ ചർച്ച ചെയ്ത മറ്റൊരു വാർത്തയായിരുന്നു. ജമീമയുടെ ഒരു താരോദയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്ത്യൻ ക്രൈസ്തവ യുവാക്കൾക്ക് ഒരു വലിയ ആവേശമായി തീർന്നു. പലരും ജമീമയെപ്പോലെ ബോൾഡായിട്ട് സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ വിശ്വാസ പ്രഖ്യാപനങ്ങൾക്ക് തയ്യാറായി തീർന്നു എന്നുള്ളത് ജമീമ റോഡ്രിഗ്സ് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയിൽ ഇടം പിടിക്കുന്നതിന് കാരണമായി തീർന്നു. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട 3 പേരുടെ പേരുകളാണ് ഞാൻ ഈ 2025 ന്യൂസ് മേക്കേഴ്സായി തീർന്ന ഇന്ത്യൻ ക്രിസ്ത്യൻസ്, അവർ ഇൻ്റർനാഷണലി ചർച്ച ചെയ്യപ്പെട്ട ഇന്ത്യൻ ക്രിസ്ത്യൻസ് എന്ന വിഭാഗത്തിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ഓർമ്മയിൽ മറ്റു പേരുകളുണ്ടാകാം, നിങ്ങൾക്ക് കമൻറ്റായി ആ പേരുകൾ രേഖപ്പെടുത്താം. ഇൻ്റർനാഷണലി ഏറ്റവും കൂടുതൽ ഈ വർഷം ചർച്ച ചെയ്യപ്പെട്ട പേര് യാതൊരു സംശയവുമില്ല ചാർലി കിർക്കിൻ്റെ പേരാണ്. ചാർലി കിർക്ക്, അദ്ദേഹത്തിൻ്റെ മരണം രക്തസാക്ഷിത്വം എന്ന് നമുക്ക് പറയാം. അത് ആഗോളമായി ക്രൈസ്തവ വിശ്വാസികളുടെ ഇടയിൽ, യൗവനക്കാരുടെ ഇടയിൽ ഉണർത്തി വിട്ട ഒരു വിശ്വാസത്തിൻ്റെ ഒരു വലിയ തരംഗമുണ്ട്, ഒരു റിവൈവലുണ്ട്. അത് ആർക്കും നിഷേധിച്ചു കൂടുവാനാകാത്ത ഒരു വലിയ ഒരു ദൈവിക പ്രവൃത്തി തന്നെയാണെന്ന് നമുക്ക് പറയാം. എന്നാൽ ഇൻ്റർനാഷണലായിട്ടുള്ള ഇത്തരം ആളുകളെയല്ല നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഒരു ന്യൂസ് മേക്കർ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള 3 പേരുടെ പേരുകളാണ് ഞാൻ പറഞ്ഞത്. ജോസ് പാപ്പച്ചനും ശാമുവേൽ കമലേശനും ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നിടം വരെ ആരും അറിയപ്പെടാത്തവരായിരുന്നു. എന്നാൽ അവർക്കെതിരെ വന്ന കോർട്ട് വിധികൾ അവരെ ലോകം മുഴുവൻ ചർച്ച ചെയ്യിക്കുന്നവരാക്കി തീർത്തു. എന്നാൽ ജമീമ റോഡ്രിഗസ് ഓൾറെഡി ഒരു സ്പോർട്സ് സ്റ്റാർ തന്നെയായിരുന്നു. എന്നാൽ അവരുടെ വിശ്വാസ പ്രഖ്യാപനം അത്തരം ഒരു നിലവാരത്തിൽ നിന്നിട്ടും അവരുടെ വിശ്വാസങ്ങൾക്ക് വേണ്ടി വളരെ ശക്തമായി എടുത്ത
ആ ഒരു കാൽച്ചുവടുകൾ അതാണ് അവരെ വ്യത്യസ്തയാക്കിയത്, ഈ ന്യൂസ് മേക്കർ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുവാൻ കാരണമായി തീർന്നത്. ആസാദിയുടെ പ്രേക്ഷകർക്കുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. മറ്റേതെങ്കിലും പേരുകൾ ഉൾപ്പെടുത്തണം. ഇന്ത്യൻ ക്രിസ്ത്യൻസ് ലോകം ചർച്ച ചെയ്തവർ ആരെങ്കിലും ഈ വർഷമുണ്ടായിരുന്നുവെന്ന് നിങ്ങളുടെ ഓർമ്മയിലെത്തുന്നെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് ചെയ്യാം. ഞാനീ പറഞ്ഞ 3 പേരുകളിൽ നിന്ന് നിങ്ങളുടെ കമൻറ്റുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങളെ സ്വാധീനിച്ച, ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഇവരിൽ, ഈ 3 പേരിൽ ഏത് വ്യക്തിയുടെ പേരാണെന്ന് ഞങ്ങൾക്ക് കേൾക്കുവാൻ ആഗ്രഹമുണ്ട്. എന്താണെങ്കിലും 2025 സമ്മിശ്രമാകുന്ന അനുഭവങ്ങളുടെ ഒരു വർഷമായിരുന്നു. ഇന്ത്യൻ ചർച്ചിനെ സംബന്ധിച്ചിടത്തോളം അപ്പ് ആൻഡ് ഡൗൺസ് എന്ന് പറയാം. ഒത്തിരി പ്രതികൂലങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ പ്രതികൂലങ്ങളുടെ നടുവിലും മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവെട്ടം പോലെ ആശ്വാസത്തിൻ്റെ ഒരു നേർത്ത വെളിച്ചം നാം കാണുന്ന ഒത്തിരി അനുഭവങ്ങൾ നമുക്കുണ്ടായി. നമുക്ക് വിശ്വസിക്കാം അടുത്ത 2026 വളരെയധികം പ്രത്യാശ നിർഭരമാകുന്ന ഒരു വർഷമായി ദൈവം നൽകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കമൻറ്റുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.